വേൾഡ് കപ്പിലെ ആദ്യ 2 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി റൗണ്ട് ഓഫ് 32-വിൽ എതിരാളികളെ തീരുമാനിക്കുന്നത് നിർണായകമായ 3-ാം റൗണ്ട് മത്സരങ്ങളാണ്. 3-ാം റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. റൗണ്ട് ഓഫ് 32-വിൽ ഇപ്പോഴും വലിയ സാധ്യതയാണ് അർജന്റീന സ്പെയിൻ പോരാട്ടത്തിനുള്ളത്. നിലവിൽ അർജന്റീന ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരാവുകയും സ്പെയിൻ അവരുടെ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരാവുകയും ചെയ്താൽ റൗണ്ട് ഓഫ് 32-വിൽ തന്നെ അർജന്റീന സ്പെയിൻ പോരാട്ടം കാണാനാകും. സ്പെയിൻ ഉറുഗ്വേ മത്സരമായിരിക്കും ഇത് തീരുമാനിക്കുക. ഈ മത്സരം വന്നാൽ ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത? ഫുൾ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ആദ്യ 2 മത്സരങ്ങൾ എന്താണ് പറയുന്നത്? ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയക്കെതിരെ 3-0 വിജയം. മത്സരത്തിൽ മെസ്സി ഹാട്രിക്കുമായി ചരിത്രം കുറിച്ചു. 2-ാം മത്സരത്തിൽ വമ്പൻ സന്നാഹങ്ങളോടെത്തിയ ഓസ്ട്രിയയെ 2 ഗോളുകൾക്ക് തകർത്തെറിഞ്ഞുകൊണ്ട് നോക്കൌട്ട് ഘട്ടം ഉറപ്പിച്ചു. ഇവിടെയും ഹീറോ മെസ്സി തന്നെയായിരുന്നു. മെസ്സിയുടെ ഇരട്ട ഗോൾ മികവിലാണ് അർജന്റീനയുടെ വിജയം. ഈ 2 മത്സരങ്ങളിലും സ്കലോണിയുടെ ടീം കാണിച്ച പ്രത്യേകത പന്ത് കൈവശം വെക്കുന്നതിനേക്കാൾ മധ്യനിരയിലും മുന്നേറ്റ നിരയിലും സ്പേസ് സൃഷ്ടിക്കുക എന്നതായിരുന്നു. മികച്ച സ്പേസ് കണ്ടെത്തുക, പന്തില്ലാത്ത സമയത്തും മികച്ച പൊസിഷനിങ് കാത്തു സൂക്ഷിക്കുക. ആക്രമണ സമയത്ത് പല സമയത്തും 3-2-5 എന്ന രൂപത്തിലേക്ക് ടീം മാറിയത് നമ്മൾ ശ്രദ്ധിച്ചു. മധ്യനിരയിൽ മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും കളിയുടെ വേഗം നിയന്ത്രിച്ചു. മധ്യനിരക്ക് ഹൈ പ്രസിംഗിന്റെ ചുമതലയും നൽകി. റോഡ്രിഗോ ഡിപ്പോളും എൻസോ ഫെർണാണ്ടസും മാക്കലിസ്റ്ററും ശക്തമായ ഹൈ പ്രസിംഗിൽ ഏർപ്പെട്ടു. മെസ്സി പലതവണ ഫ്രീ റോൾ മിഡ്ഫീൽഡർ എന്ന രീതിയിലാണ് കളിച്ചത്. 2 മത്സരത്തിലും കൃത്യമായിരുന്നു. അർജന്റീനയുടെ ഏറ്റവും വലിയ ശക്തി 2022-ലേതുപോലെ സ്കലോണി ഉണ്ടാക്കിയെടുത്ത സിസ്റ്റമാണ്. മെസ്സിയുടെ അപാര ഫോം അതിനാക്കം കൂട്ടുന്നു. ഇനി സ്പെയിനിന്റെ 2 മത്സരങ്ങൾ എടുത്തു നോക്കാം. സ്പെയിൻ ആദ്യ മത്സരത്തിൽ അപ്രതീക്ഷിതമായി കപ്പ് വെർദെയോട് ഗോൾ രഹിത സമനില വഴങ്ങുന്നു. ആരും പ്രതീക്ഷിക്കാത്ത റിസൾട്ട്. ആദ്യമായി വേൾഡ് കപ്പ് കളിക്കാനെത്തുന്ന കപ്പ് വെർദെക്ക് മുന്നിൽ സ്പെയിനിന്റെ അനായാസ വിജയമായിരുന്നു ഫുട്ബോൾ ലോകം ഒന്നടക്കം പ്രതീക്ഷിച്ചത്. എന്നാൽ മത്സരത്തിൽ എല്ലാം അപ്രതീക്ഷിതമായിരുന്നു. കപ്പ് വെർദെയുടെ ഗോൾ കീപ്പറിന്റെ അസാധ്യ പ്രകടനം സ്പെയിനെ സമനിലയിൽ തളച്ചു. എന്നാൽ 2-ാം മത്സരത്തിൽ സൗദി അറേബ്യയെ 4-0 എന്ന സ്കോറിന് തകർത്ത് ആ മത്സരത്തിൽ അവർ അവരുടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി. മത്സരത്തിൽ അവരുടെ യുവ സൂപ്പർ താരം ലെമിനെ യമാൽ ഗോളും കണ്ടെത്തി. സ്പെയിൻ പരിശീലകനായ ലൂയിസ് ഡിലാഫുവാന്റെ ഇപ്പോഴും അതേ ആശയത്തിലാണ്. ഉയർന്ന ബോൾ പൊസിഷൻ കൈവെക്കുക, വേഗത്തിലുള്ള പാസിംഗ്, ഫുൾ ബാക്കുകളുടെ മുന്നേറ്റം, എതിർ ടീമിനെ സ്വന്തം പകുതിയിൽ കുടുക്കുക, മധ്യനിരയിൽ കൂടുതൽ ബോൾ നിയന്ത്രിക്കുക, ഹൈലൈൻ ഡിഫൻസ്, പിന്നെ വിങ്ങിൽ വില്യംസ്, യമാൽ എന്നിവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. ഈ 2 മത്സരങ്ങൾ വിലയിരുത്തിയാൽ സ്പെയിനിന്റെ പൊസിഷൻ ഗെയിം ജയിക്കുമോ, അർജന്റീനയുടെ ട്രാൻസിഷൻ ജയിക്കുമോ? സ്പെയിൻ സാധാരണയായി 60%-ലധികം പന്ത് കൈവശം വെക്കുന്ന ടീമാണ്. അർജന്റീനയും അതുപോലെ തന്നെ, വലിയ മാറ്റമില്ല. പക്ഷേ സ്കലോണിയുടെ ടീം പലപ്പോഴും ടാക്ടിക്കൽ ബ്രില്യൻസിൽ മറ്റുള്ളവരെ പിന്നിലാക്കുന്നവരാണ്. ഡിലാഫുവാന്റെ എപ്പോഴും പൊസിഷൻ ഗെയിമിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. അർജന്റീന സ്പെയിൻ പോരാട്ടം വന്നാൽ സ്പെയിനാണ് പന്ത് കൈവശം വെക്കുന്നതെങ്കിൽ യമാൽ, നിക്കോ വില്യംസ്, പെഡ്രി എന്നിവരുടെ ആക്രമണമായിരിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുക. വിങ്ങുകളിലൂടെയുള്ള ആക്രമണത്തിന് സ്പെയിൻ കൂടുതൽ പരിഗണന നൽകും. സ്പെയിൻ പൊസിഷൻ ഗെയിം നിലനിർത്തുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്യം മധ്യനിര ഏറ്റെടുക്കുക എന്നുള്ളതായിരിക്കും. അതിന് സ്കലോണിയുടെ ആയുധങ്ങളായ ഡിപ്പോൾ, എൻസോ, മാക്കലിസ്റ്റർ എന്നിവർക്കായിരിക്കും സ്പെയിനിന്റെ ഓരോ നീക്കങ്ങളെയും മുറിക്കാനുള്ള ഹൈ പ്രസിംഗ് ചുമതല. നിർണായകമായ വ്യക്തിഗത പോരാട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പെയിനിന്റെ വലത് വിങ്ങിൽ ലെമിനെ യമാലായിരിക്കും ഏറ്റവും ഡേഞ്ചർ. അവിടെ അദ്ദേഹത്തെ തടുക്കാനുള്ള ജോലി ടാഗ്ലിയാഫിക്കോ അല്ലെങ്കിൽ ഫക്കുണ്ടോ മെദീനക്കോ ആയിരിക്കും. ഇവിടെ അർജന്റീന പരാജയപ്പെട്ടാൽ അർജന്റീനയുടെ ഗോൾ വലയിൽ സ്പെയിനിന്റെ ഗോളുകൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നായിരിക്കും ലെമിനെ യമാൽ, ടാഗ്ലിയാഫിക്കോ അല്ലെങ്കിൽ ഫക്കുണ്ടോ മെദീന പോരാട്ടം. സ്പെയിനിന്റെ ഏറ്റവും വലിയ ആയുധം യമാലിന്റെ ട്രിബിളിംഗ് ആണ്. അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അർജന്റീനക്ക് അത് വലിയ വില നൽകേണ്ടി വരും. പിന്നെ മധ്യനിരയിലെ പെഡ്രി, എൻസോ ഫെർണാണ്ടസ് പോരാട്ടം. മധ്യനിരയിൽ കളിയുടെ റിതം ആരെ ഏറ്റെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ 2 താരങ്ങളായിരിക്കും. സ്പെയിനിനായി ലോകത്തെ ഏറ്റവും മികച്ച കൺട്രോളുള്ള മിഡ്ഫീൽഡർമാരിൽ ഒരാളായ പെഡ്രി ഗോൺസലസ്, അതേസമയം സ്കലോണിയുടെ സിസ്റ്റത്തിൽ ഏറ്റവും മൂർച്ചയുള്ള മധ്യനിര താരമായ എൻസോ ഫെർണാണ്ടസ്. ഈ 2 താരങ്ങളുടെ ഫോമിനനുസരിച്ച്, ഈ 2 താരങ്ങളുടെ പ്രകടനത്തിനനുസരിച്ചായിരിക്കും ഡൊമൈൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി മത്സരത്തിലെ ചുക്കാൻ പിടിക്കാൻ പോകുന്നത് ഏറ്റവും നിർണായകമായത് ഇരു പരിശീലകന്മാരുടെയും പോരാട്ടമാണ്.
ഫുട്ബോൾ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച 2 പരിശീലകന്മാരുടെ പോരാട്ടം എന്ന വിശേഷണം കൂടി ഈ മത്സരത്തിനുണ്ടാകും. സ്കലോണിയെ പരിശീലനം പഠിപ്പിച്ച ആശാൻ കൂടിയാണ് സ്പെയിനിന്റെ പരിശീലകനായ ഡിയാഫുവാൻഡെ എന്നത് നിങ്ങൾ ഓർക്കണം. പരിശീലകനായ ലയണൽ സ്കലോണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വർഷങ്ങളോളമായി അർജന്റീനയ്ക്കു വേണ്ടി ഒരു സിസ്റ്റം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏത് ടീം വന്നാലും എങ്ങനെ നേരിടണമെന്ന കൃത്യമായ ധാരണയുള്ള പരിശീലകനാണ് സ്കലോണി. വെല്ലുവിളിച്ച പലർക്കു മുന്നിൽ തൻ്റെ സിസ്റ്റം എന്തെന്ന് ഗ്രൗണ്ടിൽ കൃത്യമായി കാണിച്ചു തന്ന പരിശീലകനാണ് സ്കലോണി. എതിരാളിയെ ആശ്രയിച്ച് സിസ്റ്റം മാറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. ടൂർണമെൻറ്റുകളിലെ വളരെ പ്രായോഗികമായ സമീപനം, മോഡേൺ ഫുട്ബോളിലെ കളിശൈലികൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ ശേഷിയുള്ള പരിശീലകനാണ് സ്കലോണി. പല മത്സരങ്ങളിൽ നമ്മളത് കണ്ടതാണ്. ഇനി സ്പെയിനിൻ്റെ പരിശീലകനായ ഡിലാഫുവാൻഡെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ സിസ്റ്റം ഉപയോഗിക്കാതെ തൻ്റെ സ്വന്തം ശൈലിയിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നയാൾ. സ്വന്തം ശൈലി ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ എങ്ങനെ തകർക്കാമെന്ന് കൃത്യമായി കാണിച്ചു തന്ന പരിശീലകൻ. പൊസിഷൻ ഫുട്ബോളിന് എത്രത്തോളം പ്രാതിനിധ്യമുണ്ടെന്ന് ഗ്രൗണ്ടിൽ നടപ്പാക്കി കാണിച്ചു തന്ന പരിശീലകനാണ് സ്പെയിൻ പരിശീലകനായ ഡിയാഫുവാൻഡെ. ഇത്തവണയും പൊസിഷൻ ഗെയിം വിട്ട് മറ്റൊരു കളിക്കും സ്പെയിൻ മുതിരുന്നില്ല. മധ്യനിരയിലെ കൺട്രോളിംഗ് ഉള്ള മിഡ്ഫീൽഡർമാർ സ്പെയിനിനുണ്ട് എന്നത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. പൊസിഷൻ ഫുട്ബോളിൽ ഏറ്റവും ഉറച്ച വിശ്വാസമുള്ള പരിശീലകന്മാരിൽ ഒരാളാണ്. നോക്കൌട്ട് മത്സരങ്ങളിൽ സാധാരണയായി കൂടുതൽ പ്രായോഗികമായ സമീപനം മുൻതൂക്കം നേടാറുണ്ട്. 2 മത്സരങ്ങൾ കഴിയുമ്പോൾ ഡാറ്റകൾ എന്താണ് പറയുന്നത്? അർജന്റീന കളിച്ച 2 മത്സരങ്ങളിലും വിജയം. നോക്കൌട്ട് 2 റൗണ്ടപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഉറപ്പിച്ചു. മെസ്സിയുടെ മികച്ച ഫോം എതിരാളികളുടെ ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നു. പ്രതിരോധത്തിലെ സ്ഥിരതയാർന്ന പ്രകടനം 2022 വേൾഡ് കപ്പിനെയും ഓർമ്മിപ്പിക്കുന്നു. സ്പെയിനിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അപ്രതീക്ഷിതമായി ലഭിച്ചൊരു സമനില. 2ാം മത്സരത്തിൽ സൗദിയെ തകർത്തെറിഞ്ഞുള്ള ഗംഭീര തിരിച്ചുവരവ്. അവരുടെ ലക്ഷ്യം അറ്റാക്കിംഗ് ഫുട്ബോൾ മാത്രമാണെന്ന് 2 മത്സരത്തിലെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. എന്നാൽ ആദ്യ മത്സരത്തിൽ താഴ്ന്ന റാങ്ക് ടീമിനെതിരെ അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനായില്ല എന്നതാണ് തിരിച്ചടിയായത്. ഇപ്പോൾ ലഭ്യമാകുന്ന രീതിയിൽ 2 മത്സരങ്ങളിലെ ഈ വേൾഡ് കപ്പിലെ പ്രകടനം വിലയിരുത്തിയാൽ സ്പെയിൻ കൂടുതൽ പൊസിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അർജന്റീനയ്ക്ക് കൂടുതൽ ക്ലിനിക്കൽ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ക്യൂ കൗണ്ടറും ഉണ്ടാകാനുള്ള വളരെ കൂടിയ സാധ്യത. കാരണം സ്പെയിൻ കളിക്കുന്നത് ഹൈലൈൻ ഡിഫൻസ് ആണ്. സ്പെയിൻ കോച്ചിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് സ്കലോണിക്കായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരു ടൂർണമെൻറ്റ് സിസ്റ്റം തന്നെയുണ്ട്. സ്പെയിനിൻ്റെ യുവ സൂപ്പർ താരങ്ങളുടെ വേഗത അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളിയാകും. സ്പെയിനിന് ഏറ്റവും വലിയ ഭീഷണി 39-കാരനായ ലിയോ മെസ്സിയുടെ മിന്നുന്ന ഫോമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലഭിച്ച വേൾഡ് കപ്പിലെ ആദ്യ 2 റൗണ്ട് മത്സരങ്ങൾ അടിസ്ഥാനമാക്കി കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ ഇരു ടീമുകളുടെയും വലിയ സാധ്യത തന്നെയാണ് തുറന്നു കാട്ടുന്നത്. ആർക്കും ജയിക്കാം. എന്നാൽ അർജന്റീനയുടെ നോക്കൌട്ട് അനുഭവവും സ്കലോണിയുടെ പ്രായോഗിക ഗെയിം പ്ലാനും കാരണം അർജന്റീനയ്ക്ക് ചെറിയ മുൻതൂക്കം നൽകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അർജന്റീന ആ മുൻതൂക്കം യൂട്ടിലൈസ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലഭിക്കാവുന്ന ഹൈ പ്രസിംഗ് പരമാവധി ലഭിച്ചതാണ്. എങ്ങനെ പ്രഷറില്ലാതെ കളിക്കണമെന്ന് വേൾഡ് കപ്പിലെ ആദ്യ 2 മത്സരങ്ങളിൽ മാത്രം അർജന്റീന എതിരാളികൾക്ക് മനസ്സിലാക്കി കൊടുത്തതാണ്. താരങ്ങളുടെ വാല്യൂവിൽ അർജന്റീന പിന്നിലാണെങ്കിലും മത്സരത്തിൽ അർജന്റീനയ്ക്ക് ഒരു ചെറിയ എഡ്ജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കാത്തിരുന്നു കാണാം. ഇങ്ങനെയൊരു മത്സരം വന്നാൽ ആര് വിജയിക്കും? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.